ഈ മാല വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു അതിലാണ് അവിടെ തർക്കമുണ്ടായത്. രാത്രി പെണ്ണ് നല്ലോണം മരുന്ന് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം മരിക്കാത്തത് കൊണ്ട് രണ്ടത് വീണ്ടും എടുത്ത് കുടിച്ചതിന് ശേഷമാണ് വൈകുന്നേരമാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നത് കേട്ടത്. എന്ന് പറഞ്ഞെങ്കിൽ മുമ്പ് ഈ ഒരു പെണ്ണ് ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത്. ആദ്യം അവിടെ പോലീസുകാർ വന്നിട്ട് കയറിയത് കൊണ്ട് ആ പെണ്ണ് ഇറങ്ങിയിട്ട് വന്നതാണ് ആ വീട്ടിൽ നിന്ന്. എന്തോ കഞ്ചാവിൻ്റെ എന്തോ ബ്രൗൺ ഷുഗറിൻ്റെ എന്തോ കച്ചവടം ഉണ്ടായിന് ചെക്കന്. അങ്ങനെ ഇറങ്ങിയിട്ട് ഇതാക്കിയിട്ട് വന്നതിന് ശേഷം അങ്ങോട്ട് പോയിട്ടില്ല. ഭർത്താവിൻ്റെ അനിയന് അതാണ് പറഞ്ഞിട്ട് ആദ്യം. അപ്പം അതിലെന്താ വെച്ചെങ്കിൽ ഇനി രണ്ടാമത് വീണ്ടും വന്ന് പിടിച്ചെങ്കിൽ ഈ പെണ്ണു അതിൽ ഉൾപ്പെടുത്തിയിട്ട് പോകും. അതുകൊണ്ട് പിന്നെ അവിടെ പോക്കില്ല. പിന്നെ വീട് തന്നെയാണ് നിൽക്കല്. 2 പൗൺ ഇങ്ങനെ ഇതാക്കിയിട്ട് ചെക്കൻ വാങ്ങിന്. പിന്നെ അവരെല്ലാം ഒന്നിച്ചിട്ട് നിന്ന് ഇതാക്കിയിട്ട് കളിച്ചത് ഞങ്ങൾ ആരോട് പറഞ്ഞിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇതാക്കിയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടാക്കിയിട്ട് ഇതാക്കിയിട്ട് ആക്കി രണ്ടാമത് വീണ്ടും ഇവിടെ വീട്ടിലേക്ക് വന്നിട്ട് ബുദ്ധിമുട്ടാക്കി ഇതാക്കി എന്ന് പറഞ്ഞു. ഈ ഇങ്ങനെ ഒരു ആഭരണം എടുത്തിട്ടില്ല അത് പറഞ്ഞു. അത് എടുക്കല അങ്ങനത്തെ ആളാണത്. ഞാൻ അയൽവാസിയാണ്. എന്തായിരുന്നു അന്ന് ശരിക്കും? അന്ന് അതിന് മുമ്പ് നടന്ന ആദൂർ പോലീസ് സ്റ്റേഷനിൽ എന്ത് നടന്നതെന്ന് അറിയില്ല എനിക്ക്. അവരായിട്ട് നമ്മളോട് എന്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൻ്റെ അടുത്ത് വന്നിട്ട് 2 സ്ത്രീ വന്നിന് വൈകുന്നേരം. ചെക്കൻ്റെ ഈ ജസീലൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയും ഒരു പെങ്ങളും. ആ പെങ്ങൾ പിറ്റേ ദിവസം തന്നെ ഗൾഫിലേക്ക് നാട് വിട്ടിന്. ഒരു കുട്ടി ഉണ്ടായിന്. അപ്പോൾ എൻ്റെ വീട്ടിൽ ആളുണ്ടായിട്ടില്ല. ശബ്ദം കേട്ടിട്ട് ഞാൻ മുമ്പിലേക്ക് വന്നിട്ടാകുമ്പോൾ എൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഫോണിൽ സംസാരിക്കുന്നുണ്ടായത്. ഞാൻ ഇവിടത്തേക്കെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ജലീലിൻ്റെ അടുത്ത് നിന്ന് അറിഞ്ഞു. വീട് അറിയുമെന്ന് വെച്ചു. വീട് അറിയില്ല. ഞാൻ താഴെ കാണിച്ചു കൊടുത്തു. എനിക്ക് സംഭവം അറിയില്ലല്ലോ, എന്തിന് വരുന്നതെന്ന് അറിയില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ 2.5 പൗൺ വാങ്ങി 2 പൗൺ വാങ്ങിയ ചെക്കൻ്റെ ഉമ്മവും ഒരു ചേച്ചിയും വന്നിനവിടെ. അവരും പോയി. ഈ 4 പേര് പോയിട്ടാണ് അവിടെ കുൽമല നടത്തിയത്. അപ്പോൾ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ നടക്കുന്ന സംഭവം ഒന്നും ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ കേസ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് ഇത് ചെയ്യണമെങ്കിൽ എത്ര ധൈര്യം ഉണ്ടാവും അവർക്ക്? ഇതിൻ്റെ ബാക്കിൽ ആരും ഉണ്ട്. ബഹളം ഞങ്ങൾക്ക് കേട്ടിട്ടില്ല. താഴെ ഉള്ളത് വീട് താഴെ ആയതുകൊണ്ട് നമുക്ക് കേട്ടിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. ഞമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞമ്മ ശ്രദ്ധിക്കട്ടിഞ്ഞ് പോയിട്ട് ഇതാക്കിയിട്ട് അങ്ങനെ വിട്ടുകൊടുക്കല്ലോ. ഇതാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായ താമസം ഉണ്ടായതാണ്. അവിടെ ആലമ്പടി പാലത്തിനടുത്ത് വീട്ടിൽ താമസം ഉണ്ടായതാണ്. സംസാരം അങ്ങനത്തെ എന്ത് കച്ചറുള്ള ആളൊന്നുമല്ല. ആരോടും ഒരു കുറ്റം പറഞ്ഞിട്ട് ഇതാക്കിയിട്ടൊന്നും നടക്കുന്ന ആളല്ല. അയാളെ പാടായി. ഫാമിലി അങ്ങനെ തന്നെ അവർ. ഭർത്താവിന്റെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഭർത്താവിന്റെ വീട്ടിലെന്ന് പറഞ്ഞെങ്കിൽ മുമ്പ് ഈ ഒരു പെണ്ണ് ഭർത്താവിന്റെ വീട്ടിലാണ് നിൽക്കേണ്ടത്. ആദ്യം അവിടെ പോലീസുകാർ വന്നിട്ട് കയറിയത് കൊണ്ട് ആ പെണ്ണ് ഇറങ്ങിയിട്ട് വന്നതാണ് ആ വീട്ടിൽ നിന്ന്. എന്തോ കഞ്ചാവിൻ്റെ എന്തോ ബ്രൗൺ ഷുഗറിൻ്റെ എന്തോ കച്ചവടം ഉണ്ടായിന് ചെക്കന്. അങ്ങനെ ഇറങ്ങിയിട്ട് ഇതാക്കിയിട്ട് വന്നതിന് ശേഷം അങ്ങോട്ട് പോയിട്ടില്ല. ഭർത്താവിൻ്റെ അനിയന് അതാണ് പറഞ്ഞിട്ട് ആദ്യം. അപ്പം അതിലെന്താ വെച്ചെങ്കിൽ ഇനി രണ്ടാമത് വീണ്ടും വന്ന് പിടിച്ചെങ്കിൽ ഈ പെണ്ണു അതിൽ ഉൾപ്പെടുത്തിയിട്ട് പോകും. അതുകൊണ്ട് പിന്നെ അവിടെ പോക്കില്ല. പിന്നെ വീട് തന്നെയാണ് നോക്കലല്ലോ. ചെലവിനല്ല കൊടുക്കുന്നുള്ളത് പെണ്ണിൻ്റെ ഉപ്പയാണ് കൊടുക്കുന്നുള്ളത്. ഈ ഭർത്താവിന്റെ വീട്ടുകാർ എന്തിനാണ് വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് ശരിക്കും? ഭർത്താവിന്റെ വീട്ടുകാർ എന്ന് പറഞ്ഞെങ്കിൽ എന്ത് അയൽവാസിയും വന്നിന്. അയൽവാസിനെ വിളിപ്പിച്ചതാണ്. ഭർത്താവിന്റെ ഇത് പെങ്ങളും ഉമ്മയും ആണ് ആദ്യം വന്നത്. അതിന്റെ ബാക്കിലാണ് ഈ ചേച്ചിയും ഒരു ചേച്ചി ഉണ്ടായിന്. ചേച്ചി എന്ത് ബന്ധം അറിയില്ല. അതിൽ ആ ഒരു 2 പൗൺ വാങ്ങിയെന്ന് പറഞ്ഞ ചെക്കൻ്റെ ഉമ്മാണ് വന്നിട്ട്. ചെക്കൻ വന്നിട്ടില്ല. ചെക്കൻ അറിയില്ല. ഇവർ വന്നിനവിടെ. ഈ മാല വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. അതിലാണ് അവിടെ തർക്കമുണ്ടായത്. രാത്രി പെണ്ണ് നല്ലോണം മരുന്ന് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം മരിക്കാത്തത് കൊണ്ട് രണ്ടത് വീണ്ടും എടുത്ത് കുടിച്ചതിന് ശേഷമാണ് വൈകുന്നേരമാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നത് കേട്ടത്. രാത്രി കുടിച്ചിനെന്ന് പറഞ്ഞിന് അടുത്ത് വീട്ടിൽ നിന്ന്. ഇങ്ങനെ സംഭവം ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞത് പെണ്ണിന്റെ ഉമ്മ. ജസീലക്കെതിരെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ട്. മുമ്പേ ഉണ്ടായിരുന്നു തോന്നുന്നു. അത് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. നാട്ടുകാരോട് ആരോടും പറഞ്ഞിട്ടില്ല. ജസീല ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നു? ഇല്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ലല്ലോ. നല്ല ധൈര്യമുള്ള ധൈര്യം ഉണ്ടായി. എന്താ വെച്ചെങ്കിൽ ഞാൻ എൻ്റെ കുട്ടീൻ്റെ ഒക്കെ തന്നെ ട്യൂഷന് ഒരു കുട്ടീനെ കൊണ്ടാക്കുന്നത് ഇതാക്കുന്നത്. അപ്പം ഞാൻ 2-3 പ്രാവശ്യം ചോദിച്ചിട്ട് എന്തിങ്ങനെ ടെൻഷൻ എന്തായിരിക്കുമ്പോൾ എന്തില്ല അറിഞ്ഞ് ചിരിച്ചിട്ട് ഇതാക്കിയിട്ട് പോയതാണ്. നമുക്കൊന്നും അറിയില്ലല്ലോ പിന്നെ ഇതിൻ്റെ ബാക്കിൽ എന്ത് കളിയുന്നത്. ഇപ്പം മരണശേഷം വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർ നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇപ്പം ജസീലയുടെ വീട്ടുകാരോട് ഞാൻ മുൻപ് പിറ്റേ ദിവസം രാത്രി മയ്യത്തെടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ പോയി. ഞാൻ പോയിട്ടാകുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞത് ഇങ്ങനെ 2 പൗൺ ഇങ്ങനെ ഇതാക്കിയിട്ട് ചെക്കൻ വാങ്ങിന്. പിന്നെ അവരെല്ലാം ഒന്നിച്ചിട്ട് നിന്ന് ഇതാക്കിയിട്ട് കളിച്ചത്. ഞങ്ങൾ ആരോട് പറഞ്ഞിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇതാക്കിയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടാക്കിയിട്ട് ഇതാക്കിയിട്ട് ആക്കി രണ്ടാമത് വീണ്ടും ഇവിടെ വീട്ടിലേക്ക് വന്നിട്ട് ബുദ്ധിമുട്ടാക്കി ഇതാക്കി എന്ന് പറഞ്ഞു. ഈ ഇങ്ങനെ ഒരു ആഭരണം എടുത്തിട്ടില്ല അത് പറഞ്ഞു. അത് എടുക്കല അങ്ങനത്തെ ആളാണത്. ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് ഒന്നിച്ചിട്ട് താമസം ഉണ്ടായ ആളാണ്. ചെറുപ്പത്തിലേ ഉണ്ടായതാണ്. ഞങ്ങളെ കുട്ടികളൊക്കെ തന്നെ കളിച്ചുകൊണ്ട് ഇതാക്കിക്കൊണ്ടുണ്ടായ പിള്ളമാരാണ്. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയും. അവസാന ദിവസങ്ങളിലും വീട്ടുകാരോടും അത് പറഞ്ഞു തന്നെയാണോ ജസീല സംസാരിച്ചിട്ടുണ്ടായിരുന്നത്? ഈ മാല എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ വോയിസ് ഉണ്ടല്ലോ, പെണ്ണിന്റെ വോയിസ് ഉണ്ടല്ലോ. കാസർഗോഡ് ജില്ലയിലെ
നാലത്തെടുക്ക എന്ന് പറയുന്ന പ്രദേശത്തെ നമ്മളെ പ്രിയപ്പെട്ട സഹോദരി ജസീലയുടെ മരണത്തിനിടയാക്കിയ ആരായാലും അവരെ കണ്ടെത്തി അവർക്കെതിരെ പ്രേരണാകുറ്റം ചുമത്തി ശക്തമായ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നിവിടെ ചേർന്ന എല്ലാ ആളുകളും ഒത്തുകൂടി ജസീലയുടെ മരണവുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണം നടത്തണമെന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഞങ്ങളിവിടെ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇതൊരു നീതിക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ്. ഒരു പാവപ്പെട്ട സഹോദരി അവരുടെ മരണകാരണം നമുക്കെല്ലാവർക്കും പകൽ പോലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആ സഹോദരി ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റിന് മുമ്പിലും ആ സഹോദരി മൊഴി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തെളിവുണ്ടായിട്ടും ഈ സഹോദരിയുടെ മരണത്തിന് കാരണമായവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാത്ത പോലീസിനെതിരെ ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾ പോലീസിനെ സമീപിച്ചപ്പോൾ എന്താണ് അവരുടെ നിന്നുണ്ടായ ഒരു പ്രതികരണം എന്തായിരുന്നു? പോലീസ് അന്വേഷണം നടത്തി കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സഹോദരിയുടെ സഹോദരനും അതുപോലെ തന്നെ അവരുടെ മരണത്തിന് മുമ്പുള്ള മൊഴിയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എപ്പോഴേ കേസെടുക്കാമായിരുന്നു. ഇപ്പോൾ ആ കേസ് വളരെ അപ്രധാന വകുപ്പുകൾ ചുമത്തി അതിൽ പ്രതികളില്ലാതെ ഒരു എഫ്ഐആർ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മരണത്തിന് കാരണക്കാരനായ ആ യുവാവിനെയും ഇനി ഭർത്താവാണ് ഇതിൻ്റെ പ്രതിയാണെങ്കിൽ ഭർത്താവിനെയും പ്രതി ചേർത്തുകൊണ്ട് ശക്തമായ അന്വേഷണം നടത്തി ഇവരെ പ്രതി ചേർത്ത് മുന്നോട്ട് പോകണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിക്ക് പറയാനുള്ളത്.